ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله فإن خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم كلا بل تحبون العاجلة وتذرون الآخرة ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസം അള്ളാഹുവിൻ്റെ നിയമത്തിൽ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഒരു പുതുവർഷത്തിലേക്ക് 2026 പ്രവേശിച്ച ഒരു സന്ദർഭമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ എടുത്ത് പരിശോധിക്കുക, യൂട്യൂബ് ചാനലുകളൊക്കെ നമുക്ക് നിറഞ്ഞു നിൽക്കുന്നതായി കാണാൻ കഴിയുന്നത് പുതിയ ഒരു വർഷത്തെ വരവേൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഏതൊക്കെ വിധത്തിൽ കൊണ്ടുവരാം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് കൂടുതലായി കാണാൻ കഴിയുന്നത്. നമ്മുടെ സാമ്പത്തിക, വൈജ്ഞാനിക, ആരോഗ്യ, അതുപോലെ തന്നെ കരിയർ സംബന്ധമായ മേഖലകളിലൊക്കെ ഈ പുതുവർഷത്തിൽ ഏത് രീതിയിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നാം അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള ഒട്ടേറെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ നമുക്ക് കാണാൻ കഴിയും. ആരോഗ്യരംഗത്ത് അല്ലെങ്കിൽ മറ്റു മേഖലകളിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കേട്ടോ അല്ലാതെയോ ഒരു പുതുവർഷം പിറക്കുന്ന ഒരു സന്ദർഭത്തിൽ പല ആളുകളും പല രീതിയിലുള്ള പ്രതിജ്ഞകൾ എടുക്കാറുണ്ട്. പക്ഷെ ആ പ്രതിജ്ഞകൾക്കൊക്കെ വളരെ കുറഞ്ഞ ആയുസ് മാത്രമേ ഭൂരിപക്ഷം ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകാറുള്ളൂ. ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു തുടർച്ച പലപ്പോഴും പല ആളുകളുടെയും തീരുമാനങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഏതാനും ദിവസങ്ങളിൽ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു മാറ്റം ഉണ്ടാവുകയും ആ ദിവസങ്ങൾക്ക് ശേഷം പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്ന പ്രവണതയാണ് ഭൂരിപക്ഷം ആളുകൾ കണ്ടുവരാറുള്ളത്. ചില യുവാക്കളൊക്കെ തന്നെ വലിയ പണം മുടക്കി അവരുടെ ശരീരത്തിന്റെ പുഷ്ടി മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ അതിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ജിം ക്ലാസ്സുകളിൽ കൊണ്ടുപോയി 6 മാസത്തെ ക്യാഷ് ഒന്നിച്ചടച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ചേരാൻ വരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് 6 മാസത്തെ ഫീസ് ഒന്നിച്ചു വാങ്ങും. ഈ ചേരുന്ന വ്യക്തികൾ പലപ്പോഴും ആദ്യത്തെ ആഴ്ച വളരെ സജീവമായി അതിൽ പങ്കുകൊണ്ടേക്കാം. ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ചെറിയ പനി വരുന്നതോടുകൂടി അല്ലെങ്കിൽ ഒരു ചെറിയ തണുപ്പടിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ഒരു ചാറ്റൽ മഴ ഉണ്ടാകുന്നതോടുകൂടി അത് നിന്നു. പിന്നീട് അത് 1, 2, 3 ദിവസം നിന്ന് പോയാൽ അടുത്ത ദിവസം ഒരുപക്ഷെ അതിനെ കുറിച്ച് ആലോചന ചിന്ത പോലും ഉണ്ടാവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ പലപ്പോഴും ദീർഘമായ നേരം ചെലവഴിക്കുന്ന, നമ്മുടെ സമയം കവർന്നെടുക്കുന്ന ഒരു സംഭവം, അതിൽ നിന്ന് എങ്ങനെ മുക്തമാകാം എന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന ഒട്ടേറെ ആളുകൾ. ഇവിടെയൊക്കെ തന്നെ ഈ ആലോചനകൾ ഉണ്ടാവുകയും ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ഏതാനും ദിവസങ്ങൾക്കൊക്കെ അവിടെ പഴയ രീതിയിലേക്ക് തിരിച്ചു പോരുകയും ചെയ്യുന്ന പ്രവണതയിൽ നിന്ന് ഒരു മാറ്റം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം മാറ്റത്തിന് നിദാനമാകേണ്ടത് നമ്മുടെ വിശ്വാസമാണ്. അതിന് നമുക്ക് പ്രചോദിതമാകേണ്ടത് വിശ്വാസമാണ്. കേവലം ഭൗതികമായ ലക്ഷ്യങ്ങൾ വെച്ച് മുന്നേറുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വളരെ ചെറിയ അല്പായുസ് മാത്രമുണ്ടാകും. ദീർഘമായ മാറ്റങ്ങൾ വിശ്വാസത്തിലൂടെ ഒരു വ്യക്തിക്ക് ആർജിച്ചെടുക്കുവാൻ സാധിക്കും. അമേരിക്കൻ ഐക്യനാടുകളിൽ മദ്യത്തെ, മദ്യത്തെ കുറിച്ചുള്ള മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും.
കേവലം 4 വർഷത്തോളം മദ്യനിരോധനത്തിന് വേണ്ടി അവർ വലിയ സമ്പത്ത് ചെലവഴിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 100-ലധികം ആളുകൾ ഈ മദ്യനിരോധനത്തിന്റെ പേരിൽ കൊല്ലപ്പെടുകയുണ്ടായി. അപ്രകാരം തന്നെ ഒട്ടേറെ ആളുകൾ തടവിലാക്കപ്പെടുകയുണ്ടായി. എന്നിട്ടും അമേരിക്കയിലെ ജനതയ്ക്ക് മദ്യത്തോടുള്ള ആസക്തി കുറക്കുവാൻ അവിടുത്തെ സർക്കാരിന് സാധിച്ചില്ല. 4 വർഷങ്ങൾക്ക് ശേഷം ഈ 4 വർഷത്തിൽ പുതിയ പുതിയ മദ്യത്തിന്റെ വിഭവങ്ങൾ അവർ കണ്ടെത്തുകയും പുതിയ പുതിയ രീതിയിൽ അവർ ആസ്വദിക്കുകയും അതുമൂലം ആളുകളുടെ ആരോഗ്യത്തിന് തന്നെ ഹാനികരമാകുന്ന രീതിയിൽ അത് വർദ്ധിക്കുകയും പഴയ നിരോധനത്തിനേക്കാൾ കൂടുതൽ ശക്തിയായി അത് അവിടെ നിലനിൽക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 4 വർഷങ്ങൾക്ക് ശേഷം മറ്റു മാർഗങ്ങളില്ലാതെ മദ്യനിരോധനം അവർ പിൻവലിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ മുസ്ലിം സമുദായത്തെ എടുത്ത് പരിശോധിച്ചു നോക്കൂ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമന കാലഘട്ടത്തിൽ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അവരുടെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമെന്നോണമായി. എന്നാൽ വിശ്വാസം അവരിൽ വരുത്തിയ മാറ്റം നിമിഷങ്ങൾക്കകം തന്നെ ഒരു പ്രഖ്യാപനത്തിലൂടെ ആ മദ്യത്തെ അവർ വിഭാവനം ചെയ്യുവാൻ അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുവാൻ അവർക്ക് സാധിച്ചു. അത് വിശ്വാസ പ്രചോദിതമാണ്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ പ്രചോദിതമായി അടിയുറച്ച വിശ്വാസം ഉണ്ടാകുമ്പോൾ ഏത് മാറ്റവും സാധ്യമാണ്. പലപ്പോഴും പല ആളുകളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ മോഹങ്ങൾ, ആ മോഹങ്ങളാണ് തിന്മകളിലേക്ക് മനുഷ്യനെ നയിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച നാം സൂചിപ്പിച്ചതുപോലെ നാം മരണത്തിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. ഒരു മനുഷ്യനും മരണം രുചിക്കാതിരിക്കുകയില്ല. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ വമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ ഫൗസൻ അളീം. എല്ലാ ആത്മാവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. നമുക്കതിൽ സംശയമില്ലാത്ത കാര്യമാണ്. അന്നാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് മനുഷ്യൻ പ്രവർത്തിച്ചതിന്റെ വളരെ കൃത്യമായ വ്യക്തമായ പ്രതിഫലം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. വമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന. അങ്ങനെ ആ മരണത്തിന് ശേഷം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ അകറ്റപ്പെട്ട് സ്വർഗപ്രവേശനം ലഭിക്കുന്ന ആളുകളാണോ അവരാണ് അവരാണ് വലിയ വിജയം കൈവരിച്ചത്. എന്നിട്ട് അവസാനമായി അല്ലാഹു പറയുന്നു, വളരെ കുറച്ചു കാലം മാത്രം നാം ജീവിക്കുന്ന ഈ ഇടം എന്ന് പറഞ്ഞാൽ വഞ്ചനാത്മകമാണ്, നമ്മെ മോഹിപ്പിക്കുന്ന, നമുക്ക് പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുന്ന, നമ്മുടെ ചിന്തകളെ വഴിതെറ്റിക്കുന്ന, പരലോകത്തിന് നഷ്ടമുണ്ടാക്കത്തക്ക രീതിയിൽ വഞ്ചനാത്മകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മരണത്തിലേക്ക് നാം കൂടുതൽ അടുത്തു എന്നതാണ് ഒരു പുതുവർഷം നമുക്ക് നൽകേണ്ട പ്രധാനപ്പെട്ട ഒരു സന്ദേശം. അതുകൊണ്ട് തന്നെ നാളെ പാരത്രിക ലോകത്തേക്ക് അവിടുത്തെ രക്ഷയ്ക്ക് അനുസൃതമായ അതിനാവശ്യമായ രീതിയിൽ പ്രവർത്തനങ്ങളിൽ നാം വ്യാപൃതരാകുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ തിന്മകളിലേക്ക് നയിക്കുന്ന പ്രവണതകളിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒടുക്കമില്ലാത്ത പലതരത്തിലുള്ള വ്യാമോഹങ്ങൾ ഉണ്ടാവും, പലതരത്തിലുള്ള മോഹങ്ങൾ ഉണ്ടാവും. മോഹങ്ങൾ നല്ലതും ചീത്തയും ഉണ്ടാവും. ഒരു മനുഷ്യ പുരോഗതിക്ക് ആവശ്യമായ ഒരു ഘടകമാണ് മോഹം എന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് മനുഷ്യരുണ്ടാക്കുന്ന പല പുരോഗതികൾക്കും നിദാനം അവരുടെ ചില മോഹങ്ങളാണ്. ആ മോഹങ്ങളെ നമുക്ക് ക്ലിപ്തപ്പെടുത്തുവാൻ സാധിക്കില്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മോഹങ്ങളും സഫലീകൃതമായി മരണപ്പെട്ടു പോകുന്ന ആളുകൾ വളരെ ചുരുക്കമായി. കടലിന്റെ ആഴി അളക്കാം, എന്നാൽ കരളിന്റെ മോഹം അളക്കാൻ കഴിയുകയില്ല എന്നാണ് ചൊല്ല്. നമ്മളൊക്കെ തന്നെ അത്തരത്തിലുള്ള മോഹങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ. ഈ മോഹങ്ങളിൽ നല്ലതുണ്ടാകാം, അതുപോലെ തന്നെ ചീത്തയുണ്ടാകാം. ആ നല്ല മോഹങ്ങളാണ് പലപ്പോഴും ഉന്നതിയിൽ എത്തുവാൻ നമ്മെ സഹായിക്കുന്നത്. നമുക്കറിയാം, ആകാശത്തെ പറവകളെ പോലെ പറക്കുവാൻ മനുഷ്യർ മോഹിച്ചത് കൊണ്ടാണ് വിമാനം കണ്ടുപിടിക്കപ്പെട്ടത്. കടലിന്റെ ആഴിയിൽ സഞ്ചരിക്കുവാനും അതുപോലെ തന്നെ ദീർഘനേരം കടലിലൂടെ പോകുവാനുള്ള മനുഷ്യന്റെ ആഗ്രഹമാണ് ഒരുപക്ഷെ കപ്പൽ കണ്ടെത്തുവാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചത്. അപ്രകാരം തന്നെ മറ്റു മേഖലകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ മനുഷ്യന്റെ ചില മോഹങ്ങളാണ് ആ പുരോഗതിക്ക് തന്നെ നിദാനമായി. എന്നാൽ പലപ്പോഴും ദുർമോഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക താല്പര്യങ്ങൾ, ശരീരച്ച സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നേരത്തെ പറഞ്ഞ പാരത്രിക ലോകത്തിന് അവിടുത്തെ വിജയത്തിന് നമ്മെ തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ വിഘാതമുണ്ടാക്കുന്ന ഘടകം എന്ന് നാം തിരിച്ചറിയണം. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇലാഹി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഇലാഹ് അല്ലാഹു. എന്നാൽ ചില മനുഷ്യർ അവരുടെ മോഹങ്ങൾ
അവരുടെ ശരീരേച്ഛകളാണ് അവരുടെ ഇലാഹ്. ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്രകാരമാണ്: അറഅയ്ത മൻ ഇത്തഖദ ഇലാഹു ഹവാ. ഒരാൾ സ്വന്തം ഇച്ഛയെ അല്ലെങ്കിൽ സ്വന്തം മോഹത്തെ ഇലാഹായി സ്വീകരിച്ചത് നീ കണ്ടു? മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകളും അങ്ങനെയാണ്. അവർ അവരുടെ പലതരത്തിലുള്ള ശാരീരികമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഭൗതികമായ മോഹങ്ങൾ, ദുരാഗ്രഹങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിനെ ഇലാഹാക്കി സ്വീകരിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്: അഫ അൻത തഖൂലു അലൈഹി വക്കീൽ. അവരുടെ മേൽ ഒരു വക്കീൽ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ താങ്കൾ ആവുകയാണോ? അങ്ങനെയുള്ള ദുർമോഹികളായ ആളുകൾ, ഈ സ്വന്തം ഇച്ഛയെ ദൈവമാക്കിയ അതിനെ ഇലാഹാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നേർവഴിയിലേക്ക് നയിക്കുക വളരെ പ്രയാസകരമാണ് എന്നാണ് ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, നന്മയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം ഉണ്ടാകുന്നതിൽ ഈ മോഹങ്ങൾ വലിയ തടസ്സമുണ്ടാകുന്നത്. നല്ല മോഹങ്ങളാകാം, അതോടൊപ്പം നമ്മെ തിന്മയിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ നരകത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന തരത്തിലുള്ള മോഹങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത്. സ്വാതന്ത്ര്യം എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മോഹമാണ്. നമ്മൾ ആലോചിച്ചു, സ്വാതന്ത്ര്യമില്ലാതെ ഒരു ബന്ധനസ്ഥനാക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതം വളരെ പ്രയാസകരമാണ്. സ്വാതന്ത്ര്യ മോഹമാണ് നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് യാതനകളും പീഡനങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച നമ്മുടെ മുൻഗാമി ആ നാടിന് മൊത്തത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി. എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നന്മയിൽ വിനിയോഗിക്കാനായിരിക്കും. ഇസ്ലാം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ചോയ്സ്, അവന് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഒരിക്കലും ഒരു മനുഷ്യൻ അവന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നന്മയിൽ മുന്നേറേണ്ടതില്ല, ഞാൻ ഇങ്ങനെ തന്നെ ആയാൽ മതി എന്ന് ചില നിരീശ്വരവാദികൾ ചില സന്ദർഭങ്ങളിൽ പറയാറുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ അവന്റെ ചോയ്സ് അവന് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് അല്ലാഹു ഇപ്രകാരം പറയുന്നതായി കാണാൻ കഴിയും: ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ ഫജഅൽനാഹു സമീഅൻ ബസീറ. തീർച്ചയായും മനുഷ്യനെ ഒട്ടിപ്പിടിക്കുന്ന നുത്ഫത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു, അവനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. അവന് രണ്ട് തരത്തിലുള്ള മാർഗങ്ങൾ നാം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. ഒന്ന് നന്ദിയുടേതാണ്, മറ്റൊന്ന് നന്ദികേടുടേതാണ്. ഈ ചോയ്സ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വാതന്ത്ര്യം നൽകുന്ന കാര്യമാണ്. അല്ലാഹു നമ്മെ സൃഷ്ടിച്ച് ഇതര ജീവജാലങ്ങൾക്കില്ലാത്ത സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതര ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വമേധയായുള്ള ഒരു ഹിദായത്ത്, ആ ഹിദായത്ത് ഓരോ ജീവജാലങ്ങൾക്കും അല്ലാഹു പ്രദാനം ചെയ്തിട്ടുണ്ട്. ഒരു ജീവി, ഒരു പക്ഷിയാകട്ടെ, മറ്റു മൃഗങ്ങളാകട്ടെ, ഏതൊരു തരത്തിലുള്ള ജീവജാലങ്ങളാകട്ടെ, ഈ ഭൂമിയിൽ പിറന്നാണ് ഭക്ഷണം തേടുന്നതിനും അതുപോലെ തന്നെ അവയുടെ മറ്റു ഭൗതികമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് അനുസൃതമായ ഹിദായത്ത് അവർക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു മാർഗം, വഴി അവന് തിരഞ്ഞെടുക്കുവാനുള്ള ചോയ്സ് അവന് നൽകിയിട്ടുണ്ട്. നന്മയുടേതാകാം, തിന്മയുടേതാകാം. ആ തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്കാണ് അതിന്റെ ഗുണവും ദോഷവും ഉണ്ടാകുന്നത്. അവിടെ ഒരിക്കലും ഒരു മനുഷ്യൻ അവന് ചെയ്യാത്ത കുറ്റത്തിന് അല്ലെങ്കിൽ അവൻ ചിന്തിക്കാത്ത രീതിയിൽ അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് അവൻ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് നീതിയല്ല, ന്യായമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നത്, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, നന്മ കൊണ്ട് ജീവിതം ധന്യമാകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന്റെ പ്രതിഫലം നൽകുന്നതാണ്. ആ നന്മ ചെയ്യേണ്ടത്, അതിനുള്ള അവസരങ്ങൾ, അതിനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിക്കേണ്ടത് മനുഷ്യന്റെ മാത്രം ബാധ്യതയാണ്. അവിടെ അള്ളാഹു അവന് ഇന്ന രീതിയിൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവന് തെരഞ്ഞെടുപ്പ് ചോയ്സ് നിഷേധിക്കുന്നില്ല. നമ്മൾ ആലോചിച്ചു, ഒരു വ്യക്തി പറയുകയാണ് 200 പേജുള്ള ഒരു പുസ്തകം വായിച്ചുകൊണ്ട് ആ പുസ്തകത്തിന്റെ 10 അല്ലെങ്കിൽ 20 100 പേജ് തന്നെ വായിച്ചുകൊണ്ട് ഇതിന് ബാക്കി എന്താണ് പറയുന്നത് എന്ന് എനിക്കറിയാമെന്ന് മുൻകൂട്ടി ഒരിക്കലും പ്രവചിക്കുക സാധ്യമല്ല. അതിന്റെ 170ാമത്തെ പേജിൽ അതിനുശേഷമുള്ള പേജുകൾ എന്താണ് ഉള്ളത് എന്ന് വായിച്ച് തീർത്താൽ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് വിധിക്കപ്പെട്ടിട്ടുണ്ട്, ആ വിധി നടപ്പാകും എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നാൽ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ തിന്മയിൽ ആവാദം ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ തന്നെ തുടരുകയാണ്, അള്ളാഹു ആണല്ലോ എന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പിൽക്കാലത്ത് എന്ത് സംഭവിക്കുമെന്ന് ഒരിക്കലും അയാൾക്ക് മുൻകൂട്ടി പ്രവചിക്കുക സാധ്യമല്ല. അവിടെ അവനവന്റെ ചോയ്സ് വളരെ പ്രധാനപ്പെട്ട ഏത് മാർഗമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കുന്നത്. നോക്കൂ,
ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളും ഏതെങ്കിലും നിലക്ക് ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ടിരിക്കുന്നു, അള്ളാഹുവിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നു. സൂറത്തുൽ നൂറിലെ ഒരു വചനം നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂം വദ്ദബാബു വകസീറു മിനൻ നാസ് വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്. നീ കാണുന്നില്ലേ, ആകാശഭൂമികളിലുള്ള സർവ്വജനങ്ങളും അല്ലാഹുവിനെ സാഷ്ടാംഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ സൂര്യൻ, നക്ഷത്രങ്ങൾ, അതുപോലെ തന്നെ കന്നുകാലികൾ, പക്ഷികൾ, പറവകൾ അവയൊക്കെ തന്നെ ഉൾപ്പെടുന്നു. മനുഷ്യരിൽ ഒരു പറ്റം ആളുകൾ, മനുഷ്യരിൽ മാത്രമാണ് ഒരു പറ്റം ആളുകൾ. ഭൂരിപക്ഷ മനുഷ്യരുടെയും മേൽ ശിക്ഷ യാഥാർത്ഥ്യമായി. അപ്പൊ മനുഷ്യരിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ചോയ്സുകൾ. ഒരു പറ്റം മനുഷ്യർക്ക് മാത്രമാണ് ഈ നന്മയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. മറ്റു ജീവജാലങ്ങളൊക്കെ സ്വമേധയാ അവർ ദൈവത്തിന്, ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിന് വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നത് മറ്റൊരു രീതിയിലാണ്. അവർ ഇസ്ലാമല്ലാത്ത മറ്റു മതങ്ങളെ സ്വീകരിക്കുകയാണ്. ആകാശഭൂമികളിലുള്ള മുഴുവൻ ജീവജാലങ്ങളും അവനെ കീഴ്പ്പെട്ടുകൊണ്ടിരിക്കെ, അത് ചിലപ്പോൾ സ്വമേധയാണ്, അതല്ലെങ്കിൽ നിർബന്ധിതമായിട്ടാണ്. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളും പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് കീഴൊതുങ്ങിക്കെ ഇവർ മറ്റു വഴികൾ തിരഞ്ഞെടുക്കുകയാണോ? പ്രകൃതി അത് നിശ്ചയിച്ച മതത്തിന് പുറമെ മറ്റു മതങ്ങൾ അവർ തിരഞ്ഞെടുക്കുകയാണോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. അവനിലേക്കാണ് മനുഷ്യർ മടക്കപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യം അത് കൃത്യമായി നന്മയിൽ അധിഷ്ഠിതമായി ചെലവഴിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത്. അതല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചു, ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും ഈ മത നിരാസത്തിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ വ്യക്തി ഏകതാവാദം, വ്യക്തി സ്വതന്ത്രനാണ്, മൈ ബോഡി ഈസ് മൈ ചോയ്സ്, ഞാൻ എന്ത് പ്രവർത്തിക്കണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ കാണാൻ കഴിയും. അവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വാതന്ത്ര്യം എന്ന ചിന്താഗതിയാണ്. എന്നാൽ ചില സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ വളരെ നിയമപരമായി അല്ലെങ്കിൽ നിർണിതമായ ചില അസ്വാതന്ത്ര്യങ്ങൾ മനുഷ്യന് ആവശ്യമാണ്. നമ്മൾ ആലോചിച്ചു, ഒരു കുട്ടി അവൻ ഒരു പട്ടം പറത്തിക്കൊണ്ടിരുന്നു. ആ പട്ടത്തിന്റെ കടിഞ്ഞാൺ ആ കുട്ടിയുടെ കയ്യിലാണ്. ആ പട്ടത്തിന്റെ കടിഞ്ഞാൺ ആ കുട്ടിയെ വിടുന്നതോടുകൂടി ആ പട്ടം സ്വതന്ത്രമാണ്. പക്ഷേ ആ പട്ടത്തിന് ആ സ്വാതന്ത്ര്യം ഒരു ഭാരമായി തീരുകയാണ്. ആ ഭാരം മൂലം അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് പതിക്കുകയും അങ്ങനെ അത് നശിക്കുകയും ചെയ്യും. എന്നാൽ അതിന്റെ കടിഞ്ഞാൺ വളരെ കൃത്യമായി ആ കുട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സ്വാതന്ത്ര്യം ഉള്ളതോടൊപ്പം തന്നെ ഒരു തരത്തിലുള്ള അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നതോടൊപ്പം തന്നെ അത് സുരക്ഷിതമാണ്. ഇതേ രീതിയിലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിലാണ് നമ്മളെയൊക്കെ തന്നെ പിടുത്തമുള്ളത്. ആ നൂല് അള്ളാഹുവിന്റെ അടുത്ത് അത് വിടുന്നതോടുകൂടി ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് എല്ലാ നിലക്കുമുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു എന്നാണ്. എന്നാൽ ആ സ്വാതന്ത്ര്യം ഒരു തരത്തിലുള്ള തകർക്കപ്പെടൽ, അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവനെ തന്നെ ബാധിക്കുന്നതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകാം. പലപ്പോഴും അത്തരത്തിലുള്ള പിടുത്തമിട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നതായി കാണാൻ കഴിയും. വിശ്വാസികൾ എന്ന് ചിന്തിക്കുന്ന ആളുകൾ തന്നെ വളരെ കൃത്യമായി ഹൃദയങ്ങളിൽ വിശ്വാസം രൂഢമൂലമായിട്ടില്ലെങ്കിൽ അവിടെ ആത്മഹത്യകൾക്കുള്ള സാധ്യതകളുണ്ട്. ഇത്തരത്തിലുള്ള അമിതമായ സ്വാതന്ത്ര്യ ചിന്താഗതിയാണ് അതിലേക്ക് മനുഷ്യരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ ഫലവത്തായ പാർശ്വത്തിലാണ് പിടിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ തകർന്നു പോകാത്ത, അറ്റുപോകാത്ത, പൊട്ടിപ്പോകാത്ത വളരെ ഫലവത്തായ പാർശ്വത്തിലാണ് അവൻ പിടിച്ചിരിക്കുന്നത്. വിശ്വാസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സന്ദർഭത്തിലാണ് അല്ലാഹു പറയുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വർഷത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യത്തിനും അതിനപ്പുറം അള്ളാഹു നമുക്ക് അനുവദിച്ച നിയമപരമായ ആ വ്യവസ്ഥക്ക് അനുസൃതമായിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോയിക്കട്ടെ. ഏതെങ്കിലും തരത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഇവിടെ മതത്തെ നിഷേധിക്കുന്ന ആളുകൾ പലതരത്തിലുള്ള നിയമങ്ങൾ അവർ അനുസരിച്ചു കൊണ്ടിരിക്കുന്നു. അവർ അതിനെക്കുറിച്ച് പറയുന്നത് അത് പ്രകൃതി നിയമം. ആ പ്രകൃതിയുടെ നിയമത്തെ അനുസരിക്കാതെ മുന്നോട്ട് പോകുക അവർക്ക് സാധ്യമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പ്രകൃതി നിയമം എന്നുള്ളത് അള്ളാഹുവിന്റെ നിയമങ്ങളാണ്. ആ നിയമങ്ങൾ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുവാൻ,
നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ രീതിയിൽ അത് വളരെ കൃത്യമായി പാലിച്ചാൽ നമുക്ക് പുരോഗതി ഉണ്ടാകുമെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി തരുവാനാണ് അള്ളാഹു പ്രവാചകന്മാരെ തന്നെ നിയോഗിച്ചത്. ആ പ്രവാചകന്മാർ ചില കള്ളികൾ, ചില കോളങ്ങൾ വരച്ചിടുകയാണ്. നമ്മൾ ആലോചിച്ചു, ഒരു ഫുട്ബോൾ കളിയിൽ ഏർപ്പെടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളിക്കുവാൻ അനുവാദമില്ല. വളരെ കൃത്യമായ നിയമാവലികൾ, ആ നിയമാവലികൾ പാലിച്ചുകൊണ്ട് അയാൾ മുന്നോറുകയും അയാൾ മത്സരത്തിൽ പങ്കെടുക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹം അത് അംഗീകരിക്കുന്നത്. അതല്ലാതെ ആ നിയമങ്ങളൊന്നും അംഗീകരിക്കാതെ പ്രത്യേക പോസ്റ്റോ അല്ലെങ്കിൽ ഗോൾ അതിന് നിർണയിക്കപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് പന്തടിച്ച് ഗോളായി എന്ന് പറയുന്നതിൽ അർത്ഥമില്ലാത്തതുപോലെ തന്നെ ഇവിടെ അത്തരത്തിലുള്ള ചില നിയമാവലികൾ, ചില ഗോളങ്ങളും കള്ളികളും അതിനകത്ത് നിന്ന് പ്രവർത്തിക്കാതെ മുന്നോട്ട് പോകുന്നത് ബുദ്ധിപരം എന്ന് ഒരിക്കലും വിശേഷിപ്പിക്കുക സാധ്യമല്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുവാൻ, അതുമൂലം നാളെ പാരത്രിക ലോകത്ത് ഉന്നതമായ വിജയം കൈവരിക്കുവാനുള്ള ശ്രമമായിട്ടാണ് ഈ പുതിയ വർഷത്തെ നാം കാണേണ്ടത്. നമ്മൾ ആലോചിച്ചു, ഒരു കപ്പൽ അതിന് വെള്ളം അതിന് അനിവാര്യമാണ്, അത് മുന്നോട്ടുള്ള ഗമനത്തിൽ. എന്നാൽ കപ്പലിനകത്ത് വെള്ളം കയറിയാൽ അതിന് തകർച്ചയാണ് സംഭവിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പാരത്രിക ലോകത്തോടുള്ള മുന്നോട്ടുള്ള ഗമനത്തിന് ഈ ദുനിയാവ് വളരെ ആവശ്യമാണ്. എന്നാൽ ദുനിയാവ് തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കുകയും അതിനുവേണ്ടി നാം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് ദോഷമാണ് ഉണ്ടാക്കുന്നത് എന്ന ചിന്തയാണ് ഉണ്ടാവേണ്ടത്. ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നാളെ പാരത്രിക ലോകത്തേക്ക് വേണ്ടിയുള്ള നല്ല ഒരു കൃഷിയിടമായി ഇവിടെ നല്ല വിഭവങ്ങൾ, നല്ല വിളകൾ ഇറക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ, അതിന്റെ നൈരന്തര്യം, അത് നന്മയിൽ അധിഷ്ഠിതമാക്കുവാൻ നാം മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും അതുകൊണ്ടുള്ള ഗുണം നമുക്കുണ്ടാകും. അതല്ലാതെ വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ വ്യാമോഹങ്ങളുടെ അല്ലെങ്കിൽ ദുർമോഹങ്ങളുടെ അല്ലെങ്കിൽ ശരീരേച്ഛകളുടെ അതിന്റെ താല്പര്യത്തിന് മാത്രം പരിഗണന നൽകി അതിലൂടെ നാം മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും അത് നമുക്ക് നഷ്ടമാണ് ഉണ്ടാകുക എന്ന ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടത്. വിശുദ്ധ പറഞ്ഞ ഒരു ആയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരെങ്കിലും ഭൗതികമായ ജീവിതത്തിനാണ് പ്രാമുഖ്യം നൽകുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സങ്കേതം എന്നുള്ളത് നരകമാണ്. എന്നാൽ ഒരാൾ അല്ലാഹുവിന്റെ സാന്നിധ്യത്തെ ഭയപ്പെടുകയും അവന്റെ ഇച്ഛക്കനുസൃതമായി അല്ലാതെ അവൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗമാണ് അവന്റെ സങ്കേതം. ആ സ്വർഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. അത് കൂടുതൽ താല്പര്യത്തോടുകൂടി കൂടുതൽ സമയം കണ്ടെത്തുവാൻ നാം ഈ സന്ദർഭം വിനിയോഗിക്കേണ്ടതുണ്ട്. കേവലം ഭൗതികമായ താല്പര്യങ്ങൾ ഇവിടുത്തെ പുരോഗതി ഒരിക്കലും ഇസ്ലാം നിഷേധിക്കുന്നില്ല. തീർച്ചയായും നമ്മുടെ പുരോഗതി വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ നാം സൂചിപ്പിച്ച രീതിയിൽ സാമ്പത്തികമാവട്ടെ, വൈജ്ഞാനികമാകട്ടെ, ആരോഗ്യരംഗമാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ മികച്ചത് തിരഞ്ഞെടുക്കാനുള്ള അവസരം നമുക്കുണ്ട്. ആ അവസരങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ആത്യന്തികമായി നാം ചെന്നെത്തേണ്ട പാരത്രിക ലോകത്തെ വിസ്മരിച്ചുകൊണ്ട് നമ്മുടെ സമയം ഇവിടെ മാത്രം ചെലവഴിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് തിരിച്ചറിയേണ്ടത്. അങ്ങനെ പരലോകത്തെ വിജയം കൈവരിക്കുന്ന ആളുകൾ കൂട്ടത്തിൽ ഉൾപ്പെടുവാനാണ് നാം ശ്രമിക്കേണ്ടത്. പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ ഒരു പ്രകൃതം വിശുദ്ധ ഖുർആൻ പറയുന്നു, പക്ഷേ നിങ്ങൾ വളരെ ആജിലാണ്, വളരെ പെട്ടെന്ന് തീർന്നു പോകുന്നതിനെയാണ് ഇഷ്ടപ്പെടുന്നത്. പരലോകത്തെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യും. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ചു, ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു 60-നും 70-നും ഇടയിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇനി 80 അല്ലെങ്കിൽ 100 വയസ്സ് വരെ അതും ചില ആളുകൾ ജീവിച്ചേക്കാം. അത് വളരെ പരിമിതമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു 50 വയസ്സായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു 10 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ യുവാവായിരിക്കുന്ന കാലഘട്ടത്തിൽ 50 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദീർഘമുള്ളതായി അയാൾക്ക് അനുഭവപ്പെട്ടേക്കാം. പക്ഷേ ആ 50 വയസ്സ് എത്തുന്ന സന്ദർഭത്തിൽ ഇത്ര വേഗം ഇതായോ എന്ന് ചിന്തിച്ചു. നമ്മൾ ആലോചിച്ചു, കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ നമ്മൾ ഏർപ്പെട്ടിരുന്ന പല സംഭവങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് അത് തീർന്നു പോയത് എന്ന് നമ്മൾ ആലോചിച്ചു. 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞതുപോലെ പലപ്പോഴും നമുക്ക് അത് ഓർത്തു കഴിക്കാൻ കഴിയും. ഇപ്പോൾ അടുത്തുമുണ്ടായി. ഇത് വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നതാണ്. അതാണ് ആജിലം. ആ ആജിലത്തിനെയാണ് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അത് നമുക്ക് നഷ്ടമാണ്.
അതിലൂടെ നമ്മൾ പരലോകത്തെ വെടിയുകയാണെങ്കിൽ അത് വലിയ നഷ്ടമാകും എന്ന ബോധം ഉണ്ടാവുകയും ആ പാരത്രിക ലോകത്തെ വിജയത്തിന് വേണ്ടി നാം കൂടുതൽ താല്പര്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുക. അങ്ങനെ പരലോകത്ത് ഉന്നത വിജയം കൈവരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള നമ്മെ അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമവിധികൾ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് പ്രകാരമാണ്. അൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന അദ്ദേഹം പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങളെ സൂക്ഷിക്കുക. ഒന്നാമതായി ശബാബക ഖബ്ല ഹറം, പ്രായാധിക്യം വരുന്ന സന്ദർഭത്തിന് മുമ്പ് നിന്റെ യുവത്വത്തെ. അപ്രകാരം ഖബ്ല സഖമിക, നിന്റെ ആരോഗ്യത്തെ നീ സൂക്ഷിക്കുക, നിനക്ക് രോഗം വരുന്നതിന് മുമ്പ്. നിന്റെ ഐശ്വര്യ സംബന്ധമായ ഐശ്വര്യമായി നീ ജീവിക്കുന്ന ആ സന്ദർഭത്തെ നീ സൂക്ഷിക്കുക, നിനക്ക് ദാരിദ്ര്യം വരുന്നത്. ജോലി തിരക്ക് വരുന്നതിന് മുമ്പ് നിന്റെ ഒഴിവ് സമയത്തെ നീ സൂക്ഷിക്കുക. സർവോപരി നിന്റെ മരണത്തിന് മുമ്പ് ജീവിതത്തെ നീ ധന്യമാണ്. നമ്മൾ ആലോചിച്ചു, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട വലിയ ഒരു സന്ദേശമാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമുക്ക് നൽകുന്നത്. ഒന്നാമതായി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൗമാരപ്രായത്തിൽ അല്ലെങ്കിൽ യുവത്വ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല അസുലഭമായ ഒരു സുവർണ അവസരമാണ് നന്മകൾ കൊണ്ട് മുഖരിതമാക്കുക. അവിടെ പലപ്പോഴും നേരത്തെ നാം സൂചിപ്പിച്ച രീതിയിൽ നമ്മെ വഴിതെറ്റിക്കുന്ന ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അവയിൽ മതിമറന്ന് ആ യുവത്വത്തെ നാം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അത് വലിയ നഷ്ടമായി. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ആരോഗ്യമുള്ള കാലഘട്ടം, ആരോഗ്യം അത് പലപ്പോഴും നമ്മെ സംബന്ധിച്ചോളം അതൊരു വലിയ നഷ്ടമായി പല ആളുകളും ചിന്തിക്കാറില്ല. പക്ഷേ രോഗാതുരമാകുന്ന സന്ദർഭത്തിലാണ് ആരോഗ്യത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യം ഉണ്ടായിരിക്കുന്ന സന്ദർഭത്തിൽ പരമാവധി ആ ആരോഗ്യത്തെ നന്മയിൽ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സമ്പത്ത് ഉള്ള അവസ്ഥയിലാണ് ഞാൻ വളരെ കേമനാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നതിന് പകരം ഇത് ഏത് സന്ദർഭത്തിലും ഈ അനുഗ്രഹം നീങ്ങിപ്പോകാം, ദാരിദ്ര്യം എനിക്ക് വന്നു ചേരാം. നേരത്തെ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗം നമ്മെ പിടികൂടുന്നതോടുകൂടി അല്ലെങ്കിൽ മറ്റു കച്ചവടത്തിൽ നമുക്കൊരു നഷ്ടമുണ്ടാകുന്നതോടുകൂടി നാം വിചാരിക്കാത്ത രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അതോടുകൂടി നമ്മുടെ ആ ഐശ്വര്യ സംബന്ധമായ കാര്യങ്ങൾ നീങ്ങിപ്പോകാം. ദാരിദ്ര്യം ഏത് സന്ദർഭത്തിൽ നമ്മളിലേക്ക് വരാം. എന്ന് അറബിയിൽ ഒരു ആപ്തവാക്യമുണ്ട്. സമ്പത്തി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന നിഴലാണ്. നമുക്കറിയാം, നിഴൽ എന്ന് പറയുമ്പോൾ രാവിലെ ഒരു ഭാഗത്താണെങ്കിൽ വൈകുന്നേരം മറ്റൊരു ഭാഗത്തായിരിക്കും. അതിങ്ങനെ ചെറുതായിക്കൊണ്ടും വലുതായിക്കൊണ്ടും ഇതുപോലെയാണ് സമ്പത്ത്. അത് ഏത് സന്ദർഭത്തിൽ നിന്നും ഉള്ളവരിൽ നിന്ന് ഇല്ലാത്തവരിലേക്ക് പോകാം. നമ്മൾ ആലോചിച്ചു, നമ്മുടെ കൂടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ചില ആളുകൾ സ്കൂളിലേക്ക് വരുന്ന സന്ദർഭത്തിൽ വലിയ സമ്പന്നരായി നമുക്ക് അനുഭവപ്പെട്ടേക്കാം. അത്തരത്തിലെ ആളുകൾ ഇന്ന് ദരിദ്രരായി. അതുപോലെ തന്നെ അന്ന് ദാരിദ്ര്യം ഉണ്ടായിരുന്ന ചില ആളുകളെ എടുത്ത് പരിശോധിച്ചാൽ അവർ വലിയ സമ്പന്നരായി മാറിയിട്ടുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ അനുഭവമാണ്. അതുകൊണ്ട് നമുക്ക് സമ്പത്ത് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് ആ സമ്പത്തിനെ നല്ല രീതിയിൽ വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സമൂഹത്തിന് ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ സമൂഹത്തിന് ആവശ്യക്കാരുണ്ട്, അവർക്ക് അത് എത്തിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്രകാരം തന്നെ ജോലി തിരക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു ഒഴിവുമില്ലാത്ത ഘട്ടങ്ങളുണ്ട്. ഏതെങ്കിലും സന്ദർഭത്തിൽ ഒഴിവ് കിട്ടുമ്പോൾ അവിടെ അലസമായി അതിനെ ചെലവഴിക്കാതെ അത് ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കുമ്പോഴാണ് മികച്ച രീതിയിൽ മുന്നോട്ടുള്ള ഗമനം സാധ്യമാകുന്നത്. അവിടെ നമ്മുടെ ജീവിതത്തിൽ, ഭൗതികമായ ജീവിതത്തിൽ തന്നെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒഴിവ് സമയം ലഭിക്കുമ്പോൾ ഫലപ്രദമായി അതിനെ വിനിയോഗിച്ചാലാണ് മികച്ച കരിയറിലേക്ക് എത്തിപ്പെടുവാൻ അല്ലെങ്കിൽ മികച്ച നിലവാരത്തിലേക്ക് എത്തിപ്പെടുവാൻ അത്തരം ആളുകൾക്ക് സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി സൂചിപ്പിക്കുന്നു, മരണം ഏത് സന്ദർഭത്തിൽ നമ്മെ പിടികൂടാം. അതിന് പ്രത്യേക പ്രായം മറ്റൊന്നുമില്ല. നമുക്കറിയാം, എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ
13 വയസ്സുകാരനായ മകൻ ഇന്നലെ മിനിഞ്ഞാന്ന് വൈകുന്നേരം മരണപ്പെടുകയുണ്ടായി. കൂട്ടുകാരോടൊപ്പം കുളിക്കാൻ പോയാൽ ആ കുളത്തിൽ മുങ്ങി മരണപ്പെട്ടു. നമ്മൾ ആലോചിച്ചു നോക്കൂ, വളരെ ചുറുചുറുക്കോടുകൂടി വീട്ടിൽ കളിച്ച് ഉല്ലസിച്ച് നടന്നിരുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ കുറിച്ച് വീട്ടുകാർ പിന്നീട് കേൾക്കുന്നത് മരണപ്പെട്ടു പോയി എന്നാണ്. അങ്ങനെയുള്ള ആകസ്മികമായ മരണം ഈ സന്ദർഭത്തിൽ സംഭവിക്കാം. നാം വളരെ സന്തോഷത്തോട് കളിച്ച് ഉല്ലസിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വരുന്ന ഒരു വേദന, നാം അകത്തേക്ക് എടുക്കുന്ന ശ്വാസം പുറത്തേക്ക് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഏത് സന്ദർഭത്തിലും നമുക്ക് വരാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം. എനിക്ക് സമയമുണ്ടല്ലോ എന്ന ചിന്ത വേണ്ട. ഏത് സമയത്തും ഈ സമയം നിന്നുപോകാം. അതിനു മുമ്പ് നന്മകളെ കുറിച്ച് ആലോചിക്കുവാൻ, ചിന്തിക്കുവാൻ, പ്രവർത്തിക്കുവാൻ നാം നമ്മുടെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുക മൂലം നാളെ ഭാരത ലോകത്ത് സ്വർഗപ്രവേശനം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമുക്ക് ശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കുക. അത്തരം പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ നഷ്ടം എന്ന് പറഞ്ഞാൽ 4 മക്കളിൽ 3 പെൺകുട്ടികൾ, ഒരു ആൺകുട്ടിയാണ്. ആ ആൺകുട്ടിയാണ് മരണപ്പെട്ടത്. ആ പിതാവിനും മാതാവിനും അതോടൊപ്പം തന്നെ അവരുടെ സഹോദരികൾക്കും സഹനമുണ്ടാകുവാൻ, നിശ്ചയദാർഢ്യമുണ്ടാകുവാൻ, സഹിക്കുവാനുള്ള കരുത്ത് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഒരു പണ്ഡിതൻ, അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രോഗം പെട്ടെന്ന് മാറി നമ്മോടൊപ്പം വളരെ സജീവമായി പ്രവർത്തന രംഗത്ത് മറ്റും വരുവാൻ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം സമൂഹത്തിന് വീണ്ടും പ്രയോജനപ്പെടുന്ന രീതിയിൽ അല്ലാഹു പരിവർത്തിക്കുമാറാകും. നമ്മിൽ നിന്ന് വിവിധങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകും. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾക്കും മറ്റും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകും. അല്ലാഹു മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي